ഞങ്ങളിപ്പോൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. മുംബൈയിൽ നിന്ന് നെയ്റോബിയിലേക്കാണ് ഫ്ലൈറ്റ്. സോ ബാക്കി നെയ്റോബിയിലെത്തിയിട്ട് കാണാം. നെയ്റോബി എയർപോർട്ടിലാണുള്ളത്. ഫ്ലൈറ്റ് അത്യാവശ്യം ഒരു 2 മണിക്കൂറോളം ഡിലേ ആയതുകൊണ്ട് എത്തിയപ്പം ഇത്തിരി ലേറ്റായി. സോ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് നെയ്റോബിയിൽ നിന്ന് മാസായി മാര പോവാണ്. നാളെ ഫുൾ ഡേ മാസായി മാരയാണ്. നാളെയും മറ്റന്നാൾ പകുതി. നെയ്റോബി എയർപോർട്ടിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ ദൂരെയാണ് മാസായി മാര. സോ ഇനിയൊരു 7 മണിക്കൂർ ഡ്രൈവോളം ഉണ്ടാവും. സോ ഇവിടുത്തെ ടൈം ഒരു 12:30 ആയിട്ടുണ്ട്. രാത്രി ഒരു 8 മണി 8:30 തോന്നുന്നു. സോ ബാക്കി മാസായി മാര പോയിട്ട്. ഹായ്, ഐ എം താര. I'm good. Okay, let's go. ടെക്നിക്കലി കെനിയയിലെ സെക്കൻഡ് ഡേ, പക്ഷേ മാസായി മാരയിലെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ രാവിലെ ഏകദേശം 9 മണിയാവുന്നു. ഞങ്ങൾ മാസായി മാരയിൽ ഫസ്റ്റ് ഗെയിം ഡ്രൈവിന് വന്നതാണ്. സോ ഇന്ന് ഫുൾ വിൽ ബി ഡ്രൈവിംഗ് ത്രൂ ദ റിസർവ്. ഹോപ്പ്ഫുള്ളി വി ക്യാൻ സീ സം സൈറ്റിങ്സ്. ഇപ്പോൾ തന്നെ ഓ വാവ്, ലുക്ക് അറ്റ് ദാറ്റ്. നമ്മളിപ്പോൾ ഒരു ചീറ്റയല്ല 2 ചീറ്റക്കുട്ടികൾ കാണാൻ വേണ്ടി നിർത്തിയതാണ്. ആക്ച്വലി ഇതിൻ്റെ അമ്മ ചീറ്റയും ഇതിൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ അതൊരു ബുഷിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. രാത്രിയോടെ നല്ല മഴയായിരുന്നു. അപ്പൊ ഞങ്ങൾ വരുമ്പോ നെറ്റിലൊക്കെ കണ്ടത് ഇത് ഹോട്ട് സീസൺ ആണെന്നാണ്. അപ്പൊ ഞങ്ങൾ ജാക്കറ്റും കൊടയും സ്വെറ്ററും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് ടു ബി സമ്മർ. പക്ഷെ ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടന്നിട്ട് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഞങ്ങള് പേടിച്ചത് ഇന്ന് രാവിലെ നല്ല മഴയായിരിക്കും, ഒന്നും കാണാനൊന്നും പറ്റില്ലെന്നാണ്. പക്ഷെ ഒരു 5:30 ആയപ്പോഴേക്കും ക്ലിയർ ആയി. കൈയൊക്കെ നല്ല ക്ലിയർ ആണ്.
വരാനുള്ളൊരു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൈഗ്രേഷൻ സീസണാണ്. മൈഗ്രേഷൻ ജൂൺ സമയത്താണ് മൈഗ്രേഷൻ നടക്കുക. പക്ഷേ ലൈക്ക് നമ്മൾ നാഷണൽ ജോഗ്രഫിക്കിൻ്റെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഈ മൃഗങ്ങളൊക്കെ കൂട്ടത്തോടുകൂടി ഇങ്ങനെ ഒരു പ്രാന്ത് പിടിച്ച പോലെ ഓടി അവര് ഭയങ്കര എന്താ പറയാ, നമ്മള് എരിപിരി കൊണ്ടിട്ടുള്ള ഓടണ പോലത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ മൈഗ്രേഷൻ സമയത്താണ്. അപ്പൊ മൈഗ്രേഷൻ സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇപ്പം മാസായി മാര കെനിയയിലുള്ള ഒരു നാഷണൽ ഫോറസ്റ്റ് റിസർവ് ആണ്. സെരംഗിറ്റി എന്ന് പറയുന്നത് ടാൻസാനിയയിലുള്ള ഒരു ഫോറസ്റ്റ് റിസർവ് ആണ്. രണ്ട് നെയ്ബറിങ് കൺട്രീസ് ആണ്. അപ്പം ലൈക്ക് ഇത് ആക്ച്വലി ഇതൊരു ലൈക്ക് ബോർഡേഴ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതല്ല. അപ്പം ഇതൊരു ഒറ്റ പ്രദേശമാണ്. അപ്പം അതിൻ്റെ പകുതി ടാൻസാനിയയിലും പകുതി കെനിയയിലും ആയിട്ടാണ്. അപ്പം ഇവർ മൈഗ്രേഷൻ സീസണിൽ ടാൻസാനിയയിൽ സെരംഗിറ്റിയിലുള്ള അനിമൽസ് അവിടുത്തെ പുല്ലൊക്കെ കഴിഞ്ഞ കാരണം അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടുത്തെ റോഡുകളൊക്കെ മഴ പെയ്ത് കൊളായി കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേരെ എത്തിയിട്ടുള്ള റോഡിൽ കൂടെ അല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഒരു ചെറിയ ഓഫ് റോഡിങ് ചെയ്യാൻ നോക്കിയതാണെന്ന് തോന്നുന്നു പുള്ളി, ഗ്രാസിൻ്റെ ഇടയിൽ കൂടെ. പക്ഷേ വണ്ടി വളഞ്ഞ് കുടുങ്ങി. പിന്നിലൊരു പൊട്ട് പോലെ, അത്ര പൊട്ടല്ല, എലിഫൻസിനെ കാണാനുണ്ടോ? ആഫ്രിക്കൻ എലിഫൻസ് ആണ്. 1 2 3 4 5 6 7 8 ഉണ്ട് അടുത്തടുത്തായിട്ടാണ്. നേരത്തെ ഒരു വാൻ ചളിയിൽ കുടുങ്ങിയ വീഡിയോ കാണിച്ചു തന്നിരുന്നത്. അപ്പം ഞങ്ങളുടെ വാൻ ഏതാണ്ട് അതേ അവസ്ഥ പോലെയാണ്. ഞങ്ങളുടെ അല്ല, ഈ റൂട്ടിൽ വന്ന ഒരു 5-6 വാൻ അവിടെ സ്റ്റക്കായി കിടക്കാണ്. ഇവിടെ സിംഹങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ വന്ന എല്ലാ വണ്ടികളും സ്റ്റോപ്പായി. ഓക്കെ, ഇപ്പം ആ വാനിൻ്റെ മീതെ ഒരു റൂഫ് പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ, അത് പോപ്പപ്പ് റൂഫാണ്. അപ്പോൾ പുറത്തിറങ്ങാതെ എന്നാൽ ഈ വണ്ടികളുടെ ഗ്ലാസും വാളും ഒന്നും ഇതിൻ്റെ തടസ്സമില്ലാതെ കാണാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ മസായി മാര ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ മസായി മാരയുടെ എൻട്രൻസ് ആയ സെക്കനാനി ഗേറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്നലെ ബാക്ക് ഗേറ്റ് കൂടെയാണ് വന്നത്. ഓലോല മുട്ടിയെ അങ്ങനെ എന്തോ പേരാണ്. അതാണ് മസായി മാരയുടെ ബാക്ക് ഗേറ്റ്. ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും. ആൻഡ് വീഡിയോസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു.